അവിടുത്തെ വസ്യത്തിനാമ വായിക്കുകയാണ്. ആരാണ് എൻ്റെ ജനാസ നിസ്കരിക്കേണ്ടത്? പൈല് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജനാസ നിസ്കരിക്കേണ്ടത് നാളിതുവരെയായി 5 നേരത്തെ നിസ്കാരത്തിൻ്റെ ജമാഅത്ത് മുടക്കാത്ത ആളായിരിക്കണം. അതേപോലെ തന്നെ സുബഹിയുടെയും അതേപോലെ തന്നെ അസറിന്റെയും നിസ്കാരങ്ങളുടെ സുന്നത്തുകൾ കൃത്യമായി നിസ്കരിക്കുന്ന ആളായിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനകത്ത്, അതായത് അറിഞ്ഞോ അറിയാതെയോ മഹറമല്ലാത്ത ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ലാത്ത ആളായിരിക്കണം എൻ്റെ ജനാസ നിസ്കരിക്കേണ്ടത്. അവിടെ കൂടിയ ആയിരക്കണക്കിന് ആളുകളിൽ ഒരുപാട് ഖാദിമാരുണ്ട്, മുഫ്തിമാരുണ്ട്, ആലിമീങ്ങളുണ്ട്. ഇവരാരും അതിന് തയ്യാറായില്ല. കുറെ നേരം നീണ്ടു. അങ്ങനെ അസറായി. മഹാനവരുടെ ഒസ്യത്തായതുകൊണ്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞവരാരും അതിന് തയ്യാറായില്ല. അവസാനം ഒരാൾ മുന്നോട്ട് പോന്നു. ജനങ്ങളാകെ അത്ഭുതപ്പെട്ടു. അതാരാണ്? അന്നത്തെ ഡൽഹിയുടെ അധികാരിയായ സിംഹാസനാധിപനായ ഷംസുദ്ദീൻ ഇൽതുമിസ് റഹിമഹുല്ലാ മഹാനവറുകളാണ്. മഹാനവറുകൾ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റഹിമഹുല്ലയുടെ മുരീദാണ്. അൻവാറുൽ അദബ് എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ മുസന്നിഫ് വിശദീകരിക്കുന്നുണ്ട്. ആ ഖാൻഗാഹിൽ ദിനേന വരികയും അവിടുത്തെ മുമ്പിൽ വളരെ അച്ചടക്കത്തോടും അതബോടും കൂടി ഇരിക്കുന്ന ഒരു തിൽമീദായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു ഷംസുദ്ദീൻ ഇൽതുമിസ് റഹ്മഹുല്ല. ഒരു രാഷ്ട്രം ഭരിക്കുന്ന ഒരാൾ എന്തെന്ത് ഹറാമുകൾക്ക് സാധ്യതയുണ്ട്, എന്തെല്ലാം വിദഗ്ധമായി കൈകാര്യം ചെയ്യാം, എന്തെല്ലാം സാമ്പത്തികമായ അനീതിയും അക്രമങ്ങളും സ്വതന പക്ഷാപാതവും ചെയ്യാവുന്ന ഒരാൾ, ഇതെല്ലാത്തിൻ്റെയും അവസരമുണ്ടായിട്ടും അതിൽ നിന്നെല്ലാം സുരക്ഷിതനായി 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുക മാത്രമല്ല, ആ വസിയത്തിൽ നിർദ്ദേശിച്ചതുപോലെ സുബഹിയുടെയും അസറിന്റെയും സുന്നത്ത് നിസ്കാരങ്ങളോടി കൃത്യമായി നിർവഹിക്കുകയും ഒരു പെണ്ണിന്റെയും മുഖത്തേക്ക് മഹറമല്ലാത്ത, വിവാഹം നിഷിദ്ധമല്ലാത്ത മറ്റ് പെണ്ണുങ്ങളുടെ, വിവാഹം കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ടുമില്ല എന്ന രീതിയിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ പരിവർത്തിപ്പിക്കുന്ന അവസ്ഥയിലുള്ള അതിഗംഭീരമായ മാറ്റങ്ങളാണ് ഈ മഹാന്മാർ ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റുവും മറ്റും പറയുന്നുണ്ട്, ഇസ്ലാം പ്രചരിച്ചിരിക്കുന്നത് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ വാളുകൾ കൊണ്ടല്ല, മറിച്ച് ഈ മഹാന്മാർ മനുഷ്യ ഹൃദയങ്ങളിൽ ചെലുത്തിയ സ്വാധീനം, അതിന് തുല്യമായ ഒരു പ്രവർത്തനം ഈ ഇന്ത്യയിൽ നടന്നിട്ടില്ല. ആസേതു ഹിമാചല്, കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ ഇന്ത്യയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമെല്ലാം അനേക ലക്ഷം ആളുകളെ, കോടിക്കണക്കിന് ആളുകളെ ദീനിന്റെ ഹിദായത്തിന്റെ പൊൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന മഹാരഥന്മാരെ പരിചയപ്പെടുത്തുന്ന മഹത്തായ ഗ്രന്ഥമാണ്. 150 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. നിങ്ങൾ കഴിയുന്നവരെല്ലാം അത് മേടിക്കുക. 120 രൂപയ്ക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാന്യരായ ശൈഖുനാ തങ്ങൾക്ക്, നമ്മുടെ ശൈഖുമാരായ ഉസ്താദുമാർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ നിന്ന് കിട്ടുന്ന തഅലീമാത്തുകൾ കൊണ്ട് ഇസ്തിഫാദ കരസ്ഥമാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്കും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞവർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ചും ഉസ്താദിന്റെ ഉമ്മ ഇവിടെ തന്നെ മറപ്പെട്ടിരിക്കുന്ന മഹദി അവർക്ക് അല്ലാഹു തആല പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും ആർക്കെല്ലാം ബാധിച്ചിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു തആല പരിപൂർണമായി മാറ്റിത്തരികയും അല്ലാഹു തആലയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സമ്പാദിക്കുന്നവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാം വിജയങ്ങളിലാക്കുകയും ചെയ്യുമാറാവട്ടെ. ബിജാഹി നബീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.